പിരായി അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ഇടിവില്ല, അത് കോൺഗ്രസിന് ഗുണം ചെയ്യും, പൂർണ്ണമായ വിജയപ്രതീക്ഷയുണ്ട്. CPM അടക്കം ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ജനം മുകളിലേക്ക് എടുത്തില്ല എന്നാണ് സ്ഥാനാർത്ഥിയും ഒപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറയുന്നത്. CPM പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 23-ൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാവും. പൊതുവേ ഈ ബൈ ഇലക്ഷനിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 1,94,000 വോട്ടാണ് ആകെ ഉള്ളത്. ഇതിൽ 2021 മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്ത വോട്ട് 79,246 ഇത്തവണ 77,299 വോട്ടാണ് പോൾഡ് വോട്ട്. ഇപ്പോൾ കുറയുകയാണ് ഉണ്ടായത്. ഇവിടെ ഷാഫി പറഞ്ഞ പ്രായരിയിൽ വോട്ട് വർദ്ധിച്ചു, അവൻ്റെ പോളിംഗ് കൂടി എന്നാണ് പറഞ്ഞത്. തെറ്റാണത്. പ്രായരിയിൽ UDFൻ്റെ ശക്തി കേന്ദ്രമായ പോൾ വോട്ട് കൂടി എന്ന അവകാശവാദമായിരുന്നു ഷാഫി പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് 26,015, ഇത്തവണ പോൾ ചെയ്ത വോട്ട് 26,081. അതായത് ഒരു 70 വോട്ടോ അല്ലേ, 70 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. 70 വോട്ടും ഇല്ല, അതിനും താഴെയാണ്. എന്നാൽ ആകെയുള്ള വോട്ടിൽ വലിയ വർധനവ്. ഷാഫിക്ക് നിരാശയായത് മറ്റൊന്നും കൊണ്ടല്ല, തോൽക്കുമെന്ന ബേജാറ് UDF ക്യാമ്പിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഉയർത്തിയ വ്യാജ വോട്ട്, ആ വ്യാജ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞില്ല. 2,700-ലധികം വരുന്ന വ്യാജ വോട്ട് കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ടുകളെ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ സാധിക്കാത്തതിൽ വലിയ നിരാശയാണ് UDF ക്യാമ്പിലും BJP ക്യാമ്പിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്. ഈ വ്യാജ വോട്ടിൻ്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്താ? ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്നാണ്. അന്ന് ഹരിദാസിനെ തടുക്കുമെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞില്ല. ഇന്നലെ ഒരു ഏകാംഗ നാടകം നമ്മുടെ പാലക്കാട് MP-യുടെ നേതൃത്വത്തിൽ ബൂത്തിൽ നടക്കുകയാണ്. പാലക്കാട് MP-ക്ക് വളരെ നേരത്തെ തന്നെ അറിയാം ഹരിദാസ് വോട്ട് ചെയ്യാൻ വരില്ല എന്ന്. പക്ഷേ പുള്ളി ആ ബൂത്തിനകത്ത് കയർന്ന് വല്ലാതെ ഞാൻ ഇപ്പത്തടയും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ആള് വന്നാലല്ലേ തടയാൻ പറ്റുക. ഞങ്ങൾ വ്യാജ വോട്ട് വിഷയം ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിയമപരമായി ഇത് തടയുമെന്നാണ്. അതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ചോദിച്ചു, നിങ്ങൾ തടയുമെന്ന് പറഞ്ഞാൽ ഏതുദ്ദേശത്തിലാണത് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് നിയമപരമായി തടയുമെന്നാണ്. അപ്പോൾ നിയമപരമായി തടയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാര്യത്തിൽ. വ്യാജ വോട്ട് പൂർണ്ണമായും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ തടയാൻ LDFൻ്റെ പ്രവർത്തകരെ കണ്ടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് ദിവസം BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ ശ്രീകണ്ഠൻ തടയുമെന്ന വീരവാദം ഉയർത്തി നാടകം കാണിച്ചതുപോലെയല്ല
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിയമപരമായി തടയുമെന്നാണ്. അത് ഏറെക്കുറെ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും വ്യാജ വോട്ട് വന്ന് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞത്, VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ചേർത്തിട്ടുള്ള എല്ലാ വോട്ടുകളും ഞങ്ങൾ കൊണ്ടുവന്ന് ചെയ്യും എന്നാണ്. അതുതന്നെയായിരുന്നു BJP-യും അവകാശവാദമായിട്ട് പറഞ്ഞത്. തടയാൻ വന്നില്ല, അതായത് BJP-ന്റെ ജില്ലാ പ്രസിഡന്റിനെ തടയാൻ LDF വന്നില്ല എന്നത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നേതാക്കളും സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്കതിനുള്ള കരുത്തില്ല എന്നുള്ളത് പറയാനാണെങ്കിൽ, ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ശക്തിയെല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് ഈ പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ കായികമായ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല വ്യാജവോട്ടിൻ്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തിയത്. തികച്ചും നിയമപരമായി അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലും അഭ്യാസമൊന്നും ജനങ്ങൾ മുഖവിലേക്കെടുക്കില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. കണ്ണാടി പഞ്ചായത്തിലെ 168, 169, 170, 171 ബൂത്തുകളിൽ കോൺഗ്രസിനിരിക്കാൻ ബൂത്ത് ഏജന്റുമാർ പോലുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രവർത്തകരും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. എന്തായിരുന്നു കാരണം? കോൺഗ്രസ് വ്യക്തമാക്കണം. ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമങ്ങളും അത് ചോദിച്ചതായി കണ്ടില്ല. എന്തുകൊണ്ടാണ് ആ ബൂത്തുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇല്ലാതിരുന്നത്? അതിന് ഉത്തരം കിട്ടിയോന്ന് എനിക്കറിയില്ല. എന്നാൽ തെറ്റാണ്. കൃത്യമായ ബൂത്ത് ബേസിലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. കണ്ണാടി പോലെ തന്നെ മാത്തൂരിലും ചില ബൂത്തുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ചില UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രസിഡന്റുമാരെയെല്ലാം ഇതിനകം തന്നെ BJP വിലക്കെടുത്തിരിക്കുന്നു എന്ന് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന ഒരു നിലയാണ് ബൂത്തുകളിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇല്ലാതായത്. അതിലൂടെ ഷാഫിയുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന ഒരു ആഹ്ലാദത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അതായത് BJP-യും കോൺഗ്രസിൻ്റെയും രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ BJP-ക്ക് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള എല്ലാ നിലയ്ക്കുള്ള അവരുടെ തീരുമാനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ അതുകൊണ്ടൊന്നും ഈ മണ്ഡലത്തിൽ BJP-യും കോൺഗ്രസും ജയിക്കാൻ പോകുന്നില്ല. ഇത്തവണ വലിയ തോതിലുള്ള മുന്നേറ്റം, ആ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പോളിംഗ് നടന്ന് തീരുന്നതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വലിയ വിജയം ഇതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവാൻ പോവുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വർധനവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും. 20% വോട്ടായിരുന്നു കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2021 കിട്ടിയത്. നല്ല രൂപത്തിലുള്ള ഒരു വർധനവായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുക.
BJPയുടെ വോട്ട് വലിയ രൂപത്തിലുള്ള തകർച്ചയായിരിക്കും മുനിസിപ്പാലിറ്റി നേരിടാൻ പോകുന്നത്. പ്രാരിയിൽ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് 6000 വോട്ട് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ പഞ്ചായത്താണ്. ഇത്തവണ വലിയ ഇടിവായിരിക്കും അവർക്കുണ്ടാവുക. ചെറിയ തോതിൽ പോലും ലീഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രാരി പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള വലിയ അസംതൃപ്തി ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു പഞ്ചായത്ത് മെമ്പറും അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ ഭാരവാഹിയും ബ്ലോക്ക് ഭാരവാഹിയുമായിട്ടുള്ള മണ്ഡലം ഭാരവാഹിയുമായിട്ടുള്ള 2 പേർ രാജിവെച്ച് അവരുടെ കൂടെ 100 കണക്കിന് ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സരിനു വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ വലിയ അസംതൃപ്തിയാണ് പ്രാരി പഞ്ചായത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. മാത്തൂരും കണ്ണാടിയിലും ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷം തിരിച്ചുപിടിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ്റെ സംഘടനാ പ്രവർത്തനം തുടക്കം മുതൽ തന്നെ നല്ല നിലയ്ക്ക് ഞങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസമാണ് ഈ 2 പഞ്ചായത്തിലും ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. വൻ ഭൂരിപക്ഷം ഈ 2 പഞ്ചായത്തിലും മാത്തൂരും കണ്ണാടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. ഈ രൂപത്തിൽ ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കുക എന്ന നിലയിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ വിവാദ വിഷയങ്ങളെയാണ് കൂടുതൽ ചർച്ചയ്ക്കിടയാക്കിയത് എന്നാണ് ആരോപിച്ചത്. വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. കള്ളപ്പണം പെട്ടിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. വ്യാജ കള്ള് പിടിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയല്ല. സ്പിരിറ്റ് പിടിച്ച ആ കേസിൽ പ്രതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരല്ല, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരൻ്റെ മകനാണ്. ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം വ്യാജ വോട്ട്, ഒരൊറ്റ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരത്തിൽ ചേർത്തിയിട്ടില്ല. തികച്ചും നിയമപരമായ വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർത്തിയിട്ടുള്ളത്. ഇതെല്ലാം വിവാദമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഷാഫിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവരുടെ നിരാശ. ആ ലക്ഷ്യം സാധിക്കാതെ പോയത് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കലും അവലംബിക്കാൻ പാടില്ലാത്ത ചില പ്രവൃത്തികളാണ് ഇത്തരം കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാനിടയായത്. ഈ രൂപത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയവർ കോൺഗ്രസും UDFുമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. ഈ മണ്ഡലത്തിൽ കേന്ദ്ര ഭരണത്തിനെതിരെ ശക്തമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ മുനിസിപ്പൽ കെടുകാര്യസ്ഥതയും അഴിമതിക്കെതിരെ ശക്തമായ ഇടപെടലും ചർച്ചയും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകളും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള വ്യാജ വോട്ട് ചേർക്കലും
വ്യാജ പണം എത്തിക്കലും അതുപോലെ തന്നെ സ്പിരിറ്റ് എത്തിക്കലുമെല്ലാം ഈ മണ്ഡലത്തിൽ ചർച്ചയായത് തെരഞ്ഞെടുപ്പിനെ ഏത് നീചപ്രവൃത്തിയും ചെയ്ത് അട്ടിമറിക്കാനുള്ള UDFൻ്റെയും BJPയുടെയും ശ്രമത്തിന് ഞങ്ങൾ ശക്തമായി ഇടപെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഞങ്ങളല്ല. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം, ഈ പറഞ്ഞ എല്ലാ ഹീന ശ്രമങ്ങളുടെയും ഉത്തരവാദിത്വം UDFനാണ്. BJP സ്ഥാനാർത്ഥി എന്തോ ഒരു കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട്. ഞാൻ 55,000 വോട്ട് പിടിക്കും, ബാക്കി 2 സ്ഥാനാർത്ഥികളും ചേർന്ന് 45,000 മറ്റോ പിടിച്ചാൽ ഞാൻ 5,000 വോട്ടിന് ജയിച്ചു കളയുന്നതാണ് പറഞ്ഞെന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾക്കറിയാം. ആ പറഞ്ഞ കണക്ക് തന്നെ കിട്ടണമെങ്കിൽ 1,45,000 വോട്ട് പോൾ ചെയ്യണം. ഇവിടെ 1,37,000 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ കണക്കിനനുസൃതമായി വോട്ട് കിട്ടണമെങ്കിൽ പറഞ്ഞതിനേക്കാൾ വോട്ട് പോൾ ചെയ്തിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തോൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വേവലാതിയിൽ നിന്നാണ് ഇന്ന് കോൺഗ്രസും BJPയുമെല്ലാം ഇത്തരം വാദങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് വിവാദങ്ങൾ ആദ്യം ഈ പെട്ടി വിവാദമാണല്ലോ. പെട്ടി വിവാദം ഉണ്ടാക്കിയത് CPM ഇടതുപക്ഷമല്ലല്ലോ. പെട്ടി വിവാദം ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തത് ഇവർ തന്നെയാണ്. കാരണം KPM ഹോട്ടലിൽ കള്ളപ്പണം വന്നു എന്നത് ഞങ്ങൾ വസ്തുതാപരമായി ഇവിടെ പറയുകയും പിന്നീട് അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ വരികയും ചെയ്തതാണ്. അപ്പോൾ അത് കള്ളപ്പണം എത്തിയപ്പോഴാണല്ലോ അത് വിവാദത്തിലേക്ക് മാറിയത്. അല്ലാതെ ഞങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ കാര്യങ്ങളല്ല അത്. അപ്പോൾ കൊണ്ടുവന്ന കാര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിച്ചു. അതുപോലെ തന്നെയാണ് വ്യാജ വോട്ടർമാർ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വ്യാജ വോട്ടറെ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ചേർത്തി എന്ന് എൻ്റെ മുമ്പിലുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് പറ്റുമായിരുന്നല്ലോ. ഞാനൊരു നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങൾ ഏറെക്കുറെ 650ഓളം പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ഒരു വോട്ടറെ നിങ്ങളിതുപോലെ കാണിച്ചു തരും എന്ന് പറഞ്ഞല്ലോ. എന്താ കാണിക്കാൻ കഴിയുക? 100 കണക്കിന് വോട്ടർമാർ, നിങ്ങളുടെ പല മാധ്യമങ്ങളും തന്നെ വ്യാജ വോട്ടർമാരെ കൃത്യമായി പോയി കണ്ടെത്തി അത് ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചല്ലോ. അപ്പം ഇതെല്ലാം അവർ ഉണ്ടാക്കിയെടുത്ത കൃത്രിമപരമായി ഈ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹീന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് കണ്ടെത്തിയപ്പോഴാണ് അത്തരം കാര്യങ്ങളെല്ലാം ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാത്ത ആരോപണം കൊണ്ടുവന്ന് വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ച ചെയ്യിപ്പിച്ചതല്ല. അവർ ഉണ്ടാക്കിയ ചില കൃത്രിമങ്ങളെ തുറന്നു കാണിക്കാനും വസ്തുതാപരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ വ്യാജ വോട്ട് 2,700 ഭൂരിഭാഗം ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്രൂപ്പിന്റെ ഏജന്റുമാരെന്തെങ്കിലും അങ്ങനെ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ഏജന്റുമാർ തന്നെ അവിടെ ഉണ്ടല്ലോ. എല്ലാ ബൂത്തിലും ഞങ്ങളുടെ ഏജന്റുമാരുണ്ടല്ലോ. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ളതും കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളൊരു നിരാശയുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ BJP ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മൂത്താന്തറ ബേസ് ചെയ്തിട്ടുള്ള കുറേ ബൂത്തുകൾ. ഞാനിവിടെ ആ ബൂത്തിൻ്റെ നമ്പർ അടക്കം പറഞ്ഞു. അവർ സാധാരണ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ ചോദിച്ചാൽ, തലേനാൾ തന്നെ വോട്ട് കണക്കാക്കി വയ്ക്കും. സ്ഥലത്തില്ലാത്തവരുടെ, മരിച്ചുപോയവരുടെ അടക്കം. അങ്ങനെ ഒരു 300 പേര്, ഇപ്രാവശ്യം 360 പേരെയാണ് അവർ തയ്യാറാക്കിയത്. ആ 360 പേർക്കും ഇത്തവണ അങ്ങനെ കള്ളൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, നന്നായി കാഴ്ചയുള്ളവർക്കും
കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഓപ്പൺ വോട്ട് കൊണ്ട് ജയിപ്പിക്കും. നല്ല കാഴ്ചയായിരിക്കും, മനസ്സിലായില്ലേ? പക്ഷെ അവരെയും പ്രിസൈഡിങ് ഓഫീസറുടെ മുമ്പിൽ കൊണ്ടുവന്ന് തീരെ കണ്ണേ കാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിയെല്ലാം മുഴക്കി ആ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. മൂന്നാമത്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജന്റുമാരെ, ബൂത്ത് ഏജന്റുമാരെ ആ ബൂത്തുകളിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. അവർ മുൻകൂട്ടി തന്നെ ബൂത്ത് ഏജന്റുമാരെ, നിങ്ങൾ ബൂത്തിലിരുന്നാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പല ഘട്ടങ്ങളിലും മുൻകാലങ്ങളിൽ ആക്രമിക്കും ചെയ്ത സംഭവങ്ങൾ ഈ ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇത്തവണ RSSന് ആ ബൂത്തുകളിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. പോലീസ് സേന ശക്തമായിരുന്നു. അപ്പം അത് ഇക്കാര്യങ്ങളിലെല്ലാം വലിയ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരാൾ രൂപമാണ് എന്ന് ജനങ്ങളിലാകെ വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അതായിരുന്നു ജനങ്ങളുടെ ധാരണ. പിന്നെ എല്ലാത്തിനും വ്യാജം ആണ്. അതായത് ഒരു സ്ഥാനാർത്ഥി തന്നെ ഏത് കാര്യത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നത് വ്യാജ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവൃത്തികൾ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, പ്രസിഡൻ്റായത്, അത് തന്നെ കേരളത്തിൽ ആകെ ചർച്ചയായി കേസെടുത്ത സംഭവവികാസങ്ങളാണ്. രണ്ടാമത്, അതേ മാതൃകയിലാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു എന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് മാറിയിടുന്ന ചങ്ങാതിയായിട്ടുള്ള, വസ്ത്രം മാറിയിടുന്ന ചങ്ങാതിയാണല്ലോ ചങ്ങാതി ഷാഫി. എന്താ ചെയ്ത് വ്യാപകമായി നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വ്യാജ വോട്ട് തന്നു. അങ്ങനെ ഈ UDFന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വ്യാജനാണ്, ഇപ്പോൾ വ്യാജ ഐഡന്റിറ്റി കാർഡും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. ഇതാണ് UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഐഡന്റിറ്റി. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഞാനാണ് മത്സരിക്കാൻ യോഗ്യൻ, ഞാനല്ലാതെ മറ്റൊരു യോഗ്യതയും ഈ BJPക്ക് ഒരു വ്യക്തികൾക്കുമില്ല, മത്സരിക്കാനുള്ള യോഗ്യത എനിക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ അദാനിയുടെ വളർച്ച പോലെ പാലക്കാട് ജില്ലയിൽ സാമ്പത്തികമായി വളർന്ന ഒരു BJP നേതാവാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, BJPയുടെ ആളുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്, വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSSന്റെ നേതൃത്വത്തിൽ തന്നെ ഗതികേട് കൊണ്ട് ഇയാളെ വിജയിപ്പിക്കണമെന്ന് പ്രവർത്തകരോട് നിർബന്ധിക്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന BJPയുടെ പ്രവർത്തകർക്കും ഇയാളൊരു മഹാ അഴിമതിക്കാരനാണ് എന്നും സ്ഥാനാർത്ഥിയാവാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയായില്ലെങ്കിലും അമർന്നു നിൽക്കുന്നൊരു ചർച്ചയാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഐഡന്റിറ്റിയാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു കാലിമാറി വന്ന ഒരാളല്ലേ എന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറി വന്ന ഒരാളെ CPMലൊന്നും ആളില്ലേ എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം ഇലക്ഷൻ്റെ ഒരു ആദ്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങി. മാത്രമല്ല
ഒരു ഉയർന്ന വിദ്യാഭ്യാസം, അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ ഈ മണ്ഡലം സ്വീകരിക്കും എന്നുള്ളത് നമുക്കെല്ലാം അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോ ശ്രീധരൻ ഇവിടെ മത്സരിച്ചപ്പോൾ BJPക്ക് എന്നും കിട്ടാത്ത വോട്ട് ലഭിച്ചു. BJPയുടെ വോട്ടല്ല. അദ്ദേഹത്തിനോടുള്ള ആദരവും റെസ്പെക്റ്റും അദ്ദേഹത്തിൻ്റെ ഉന്നത നിലവാരവും എല്ലാം കണക്കാക്കിയിട്ടാണ്. ആ നിലയിൽ ചിന്തിക്കുന്ന കുറേയധികം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ പിടിച്ചാണ് കൃഷ്ണകുമാർ പറയുന്നത് മെട്രോ ശ്രീധരന് കിട്ടിയ വോട്ട് എന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന ഈ പ്രതിഭയെയും തമ്മിൽ താരതമ്യം ചെയ്യാവോ? ആ പ്രതിഭയേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് വോട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു അവകാശവാദം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. എത്ര പുച്ഛത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണേണ്ടത്. മെട്രോ ശ്രീധരനേക്കാളും വലിയൊരു പ്രതിഭയാണ് എന്ന നിലയിലേക്ക് സ്വയം മാറുക എന്നുള്ളത് ഒരു അല്പത്തരമാണ്, അല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ നല്ല സമൂഹത്തിൽ നല്ല ബഹുമാനവും ഉയർന്ന വിദ്യാഭ്യാസവും പ്രത്യേക മേഖലകളിൽ കഴിവുള്ള വ്യക്തികളെ ഈ മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ അംഗീകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ വിജയ സാധ്യത കൂടുതൽ കൂടുതൽ ഉറപ്പാക്കുന്നത്. ജമാഅത്തെ SDPIയുടെ വോട്ട് ഈ മണ്ഡലത്തിലൊന്നും അങ്ങനെ വലിയ തോതിൽ ഇല്ല. ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഒരു പരസ്യം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പരസ്യം വർഗീയതയാണ് എന്നാണ്. ഞങ്ങൾ ഒരു കാര്യത്തിലും ആ നിലയിലേക്ക് പ്രചരിപ്പിച്ച ഒരു മുന്നണിയല്ല, അങ്ങനെ ഒരു കാലത്തും ചെയ്യുന്ന ഒരു മുന്നണിയുടെ ഭാഗവുമല്ല. അത് ഈ കേരള സമൂഹത്തിന് നന്നായിട്ടറിയാം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെ നോക്കിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, നിയമ നടപടി സ്വീകരിച്ചോട്ടെ. ഞങ്ങൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSൻ്റെ മനസ്സും ശരീരം കൊണ്ടും ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ കാര്യങ്ങളാണ്, വസ്തുതാപരമായ കാര്യങ്ങളാണ്. അയാൾ ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ അല്ല. അയാൾ പറഞ്ഞാൽ മനസ്സിലാക്കുക. ഷാഫി തന്നെ പറയുകയാണ് അയാളെ ന്യായീകരിച്ചിട്ട്. ആ ഷാഫിയാണ് SDPIൻ്റെയും മറ്റേ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വോട്ടിന് വേണ്ടി അവരുടെ കാല് പിടിച്ചിട്ടുള്ളത്. ഞങ്ങൾ പല ഘട്ടങ്ങളിലും ചോദിച്ചല്ലോ, ഷാഫിയും രാഹുലും ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയട്ടെ. എന്തുകൊണ്ടാണ് SDPIയും വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്? ഇതിനെല്ലാം ഉത്തരം പറയണം. ഇപ്പോൾ ഒരു ഭാഗത്ത് RSSകാരൻ്റെ തോളിൽ കൈയിടുക, മറുഭാഗത്ത് SDPIനെയും ജമാഅത്തെ ഇസ്ലാമിനെയും കെട്ടിപ്പിടിക്കുക. അവരെ ഉപയോഗിച്ച് ഓരോ വീട്ടിലും കയറി ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ, ഞങ്ങൾക്ക് കിട്ടിയത് ശരിയാണെങ്കിൽ, വിശുദ്ധ ഖുറാനിൽ വെച്ച് കൈവച്ച് സത്യം ചെയ്യിപ്പിച്ചോട്ട് ചെയ്യിപ്പിക്കാൻ വരെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയും. അതിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അതാണ് വർഗീയത. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെയും പോവാൻ ഇവർ ശ്രമിക്കുന്നു എന്നാണ്. ഒരു ചാനൽ ചോദിച്ചല്ലോ UDFൻ്റെ സ്ഥാനാർത്ഥിയോട്, SDPIൻ്റെയും മറ്റേ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ആ സമയത്തല്ലേ ബന്നെടുത്ത് വായിലിട്ടത്? വീണ്ടും ആവർത്തിച്ചപ്പോൾ ചായ കുടിക്കാനല്ലേ ശ്രമിച്ചത്? അപ്പൊ അവർക്കൊന്നും അതിനുള്ള ഒരു നിലപാടില്ല. 10 വോട്ടിന് വേണ്ടി ഏത് വർഗീയതയുമായി കൂട്ടുപിടിക്കാനും കൈകോർക്കാനും തെരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രമല്ല എല്ലാ കാലത്തും
ശ്രമിച്ചിട്ടുള്ളൊരു പാർട്ടിയും മുന്നണിയുമാണ് UDF മുന്നണി. അതുകൊണ്ട് അവർക്കൊന്നും ഇവരെ തള്ളിപ്പറയാൻ ഉള്ള കരുത്തോ ശേഷിയോ ഇല്ല. അതാണ് SDPIൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഷാഫിയോ രാഹുലോ ധൈര്യം കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഈ വിഷയം ചൂണ്ടിക്കാണി പരസ്യം കൊടുത്തു. ഇപ്പോൾ താങ്കൾ തന്നെ വെളിപ്പെടുത്തി കൃഷ്ണകുമാർ അഴിമതിക്കാരനാണ്, അദാനി വളർന്നത് പോലെ കൃഷ്ണകുമാർ വളർന്നുള്ള കാര്യം BJPയുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം കൊടുക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് തോന്നിയിരുന്നു CPM. എങ്ങനെ BJP ബന്ധപ്പെടുത്തി അവരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉളവാക്കുന്ന തരത്തിലുള്ള പരസ്യം കൊടുക്കാൻ CPM താല്പര്യമില്ലായിരുന്നു? അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് BJPയുടെ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കും, നിരന്തരം പ്രക്ഷോഭങ്ങളും പോരാട്ടവും നടത്തുന്ന ഒരു മുന്നണിയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ ഇതിനകം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയ ഒരു വിഷയമുണ്ട്. വയനാടിന് 5 നയാ പൈസ തന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ സമരം നടത്തിയല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ എല്ലാ ബൂത്തുകളിലും. അല്ല, ഞാൻ പറയണത് പരസ്യമായിട്ട് കൊടുത്താലാണോ ഒരു മുന്നണിയുടെ നിലപാടായിട്ട് വരിക? ഇവിടെ അതല്ല സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു RSSകാരൻ കോൺഗ്രസിലേക്ക് വരുന്നു. ആ RSSകാരൻ RSSൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ചീറ്റിയ വർഗീയ വിഷത്തെ അതുപോലെ ഞങ്ങൾ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങൾ അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് UDF രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് BJPയോട് പ്രീണനമാണ് എന്ന് വ്യാഖ്യാനം നിങ്ങളുടെ മാത്രമാണ്. അത് നിങ്ങളുടെ മാത്രം വ്യാഖ്യാനമാണ്. ഈ രാജ്യത്ത് BJPയെയും RSSന്റെ അജണ്ടയെയും നിരന്തരമായി പോരാട്ടം നടത്തുന്നതിനും ആ പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകാനും ഞങ്ങളുടെ പല സഖാക്കളുടെയും ജീവൻ തന്നെ അപഹരിക്കാനും ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ RSSനെതിരായി നടത്തിയ പ്രക്ഷോഭത്തിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മുന്നണിയും പാർട്ടിയുമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് സന്ദീപ് വാര്യറിന്റെ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം RSSൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടത്തിയ വിഷയങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യർ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ഒരു CPM നേതാവ് പോലും സന്ദീപ് വാര്യരെ ഞങ്ങൾ എടുക്കില്ല. MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞത് സന്ദീപ് വാര്യരുടെ ചർച്ച നടത്തിയെന്ന് അദ്ദേഹത്തിന് ആവർത്തി ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ. സന്ദീപ് വാര്യർ വർഗീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഗീയവാദിയാണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അയാൾക്ക് സ്വാഗതമില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് താങ്കൾ പോലും പറഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങൾ ആ സമയത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇയാള് പാർട്ടി മാറുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ പോയിട്ട് വാ വാ എന്ന് പറഞ്ഞ് വിളിക്കലല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരലല്ല. ഞങ്ങൾ ആരെയും സ്വീകരിക്കും. എന്തു വേണം? ഇന്നലെ വരെ അവർ നടത്തിയിട്ടുള്ള നിലപാടുകളെ പൊതുസമൂഹത്തിൽ തെറ്റാണ് എന്ന് പറയണം. അതിൽ ഖേദം പ്രകടിപ്പിക്കണം. അതായിട്ട് അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ ഇപ്പോ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്, RSSന് ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത്. അത് എന്ത് നിലപാടിന്റെ പുറത്താ? അങ്ങനെ പറയാൻ? അപ്പൊ അതല്ല, RSSന്റെ മനസ്സും ശരീരം കൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങള് സന്ദീപ് വാര്യർ എന്നല്ല ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും CPMന്റെ രാഷ്ട്രീയത്തെയും അംഗീകരിക്കുക മാത്രമല്ല, ഇന്നലെ വരെ അവർ ഈ പൊതുസമൂഹത്തിൽ തെറ്റായ കാര്യങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ചവർ, ആ നിലപാടല്ല ഞങ്ങൾക്കുള്ളത്, അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾ അതിന് തയ്യാറാവുള്ളൂ. ആ ഒരു ഘട്ടം സന്ദീപ് വാര്യറിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ ഞങ്ങൾ അയാളുടെ പിന്നാലെ പോകണം? ഞങ്ങൾ എന്തിനാ അയാളെ സ്വീകരിക്കണം? ഞങ്ങൾ എന്തിനാ അയാളോട് റിക്വസ്റ്റ് ചെയ്യണം? അതിന്റെ കാര്യം വന്നിട്ടില്ല. ഇന്ന് രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് പറഞ്ഞത് ഈ സന്ദീപ് വാര്യർ പറഞ്ഞത് ഗുണം ചെയ്യുമോ, അത് മുട്ടായി മാറുമെന്ന് ചോദിച്ചപ്പോൾ വെട്ടിപ്പൊട്ടിക്കുമ്പോൾ അറിയാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കൂടാതെ സന്ദീപ് ഫോണിലൂടെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞത് നേതൃത്വം എല്ലാം ആലോചിച്ചാണ് തീരുമാനം എടുത്തത് എന്നാണ്. അതായത് ഈ ജില്ലയിലെ തന്നെ തങ്കപ്പൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, തങ്കപ്പൻ എന്ന് പറയുന്നത് DCCയുടെ പ്രസിഡന്റ് അല്ലേന്ന്? ഈ ജില്ലയിൽ CPMലേക്ക് ഒരാൾ വരുന്നു എന്ന് വെക്കുക, മിനിമം ഞാൻ അറിയണ്ടേ? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുന്നു. മിനിമം ഞാൻ അറിയണ്ടേ? അല്ലാതെ ഒരാളെ
അതായത് ഒരു പ്രദേശത്തൊരു ഒരു ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ ചിലപ്പോൾ അറിയണമെന്നില്ല. ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിരിക്കുന്ന ഒരു കക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ജില്ലാ നേതൃത്വമെങ്കിലും അറിയണ്ടേ? ഇപ്പൊ ഞാൻ കേട്ടത് എന്താ ചോദിച്ചാൽ, ഒരു കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ്, പേര് പറയാനും പാടില്ല, അയാൾക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളാണ്, പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവനെ ആര് കൊണ്ടു നടക്കുന്നു നോക്കട്ടെ എന്നാണ്. ആരെ? സന്ദീപ് വാര്യർ ആരാണ് ഇനിയിപ്പോൾ ചുമലിലേറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റിക്കൊണ്ട് നടക്കുക എന്ന് കാണട്ടെ. കാരണം അയാൾ അറിഞ്ഞിട്ടില്ല. അയാളെന്ന് പറയുന്നത് ചെറിയ ആളല്ല, ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ക്ലൂ കിട്ടിയ പോലെ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹത്തിന്റെ നാവിൽ വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ VS വിജയരാഘവൻ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അവസരോചിതമായില്ല അദ്ദേഹത്തിന് എടുത്തത്, അല്ലേ? അപ്പോ രമേശ് ചെന്നിത്തല പറയുന്നു, മുരളി പറയുന്നു, VS വിജയരാഘവൻ പറയുന്നു, പറയാതെ പറയുന്ന നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നു. ആരുടെ ലക്ഷ്യമാണ് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് ഇന്നിപ്പോ വ്യക്തമാണ്. കോൺഗ്രസ് തന്നെ. ഷാഫി സരിനോട് നേരിട്ട് പറയുകയാണ് 21 കഴിയുന്ന അവിടെ തന്നെ കാണണം, കല്യാണം വീട്ടിൽ കാണാൻ പറഞ്ഞു, അവിടെ തന്നെ കാണണമെന്ന് ഷാഫി പറമ്പിൽ നേരിട്ട് പറയുകയാണ് സരിനോട്. അത് കാണാം നമുക്ക്, അത് പ്രശ്നമൊന്നും വയ്ക്കുന്ന. ഷാഫി ഇത് പറയുമ്പോഴേക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ അങ്ങനെ വല്ലാതെ തകർന്നു പോകുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എൻ്റെ ഈ ഘട്ടത്തിലുള്ള ഒരു സരിനുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിലാണല്ലോ ഞങ്ങൾ ഇടപഴകുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെ ഷാഫി പറമ്പലിൻ്റെ ഒരു 100 ഇരട്ടി വലുപ്പമുള്ള രാഷ്ട്രീയം പി സരിനുണ്ട്. അതിൻ്റെ 7 അയൽത്തെത്താൻ ഷാഫിക്ക് സാധിക്കില്ല. അതാദ്യം ഷാഫി മനസ്സിലാക്കണം. ഷാഫി എപ്പോഴും ഈ മണ്ഡലത്തിലൊക്കെ ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് നല്ല വ്യക്തമാണ്. BJPയുടെ സഹായമില്ലാതെയൊന്നും ഷാഫിക്ക് ഒരു കാലഘട്ടത്തിലും എത്താൻ കഴിയില്ല. BJPക്കെതിരെ സമരം ചെയ്യണ്ട എന്ന് പറഞ്ഞ ഷാഫിയല്ലേ? ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. ശ്രീറാം എന്ന് പറയുന്ന ഒരു ബാനർ മുനിസിപ്പാലിറ്റിൻ്റെ മുമ്പിൽ ഇട്ടപ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു. ആര്? ഷാഫി പറമ്പിൽ. കളക്ടറേറ്റിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് സമരവുമായി പോയപ്പോൾ ഇനി കൂടുതൽ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കി. ഇതെല്ലാം ഷാഫി ചെയ്തതല്ലേ? എങ്ങനെയല്ലേ ഷാഫി? അപ്പൊ ഷാഫിന്റെ രാഷ്ട്രീയമല്ല. ഞാൻ ഈ കാലഘട്ടത്തിലെ ഒരു ബന്ധത്തിൽ നിന്ന് പറയുകയാണ് സരിനുള്ളത്. അപ്പൊ സരിനെ ഒന്നും ഷാഫി അങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു പത്തനംതിട്ടക്കാരനെ കൊണ്ടുവന്ന് വാഴ്ത്തിക്കാൻ നോക്കിയത്. ഒരു നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ജില്ലയിലെങ്കിൽ ഇവിടെയുള്ള എത്രയോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്. ഇയാൾ പറയണ്ടേ ഈ ജില്ലയിൽ നിന്ന് ഇന്ന ആൾ മതി എന്ന് പറയാൻ സാധിക്കണ്ടേ? എന്തായിരുന്നു ഇയാളുടെ താല്പര്യം? പത്തനംതിട്ട, ഞാൻ പറയുന്നത് മറ്റൊരു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനോട് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ ഇയാൾക്കൊരു പ്രത്യേക താല്പര്യം എന്താ? ഈ ജില്ലയിൽ കോൺഗ്രസിന്റെ എടുപ്പുള്ള നേതാക്കൾ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിന് പറ്റുന്ന നേതാക്കൾ. പക്ഷെ അവരൊന്നും പരിഗണിക്കുന്നില്ല. ഈ പറയുന്ന DCC പ്രസിഡന്റ് നിങ്ങൾ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കണ്ടോ? ഉണ്ടോ? ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് അപ്പൊ ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ. അതിനുള്ള തരാതാണ്. ഞങ്ങളുടെ എടുപ്പുള്ള നേതാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞവർ തന്നെ നിങ്ങളുടെ നാവുകളിൽ നിന്ന് തന്നെ, നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് തന്നെ സരിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ നടത്താറുള്ള മുന്നണിയാണ്, പാർട്ടിയാണ്. അത് തന്നെയാണ് പാലക്കാടും ചെയ്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരീക്ഷണം വിജയിച്ചു എന്ന് 23 അറിയുന്നത് കാര്യം അവിടെ ഇരിക്കട്ടെ. ആ പരീക്ഷണം രാഷ്ട്രീയമായി വിജയിച്ചു. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് കാണും.
അല്ല ഇപ്പം ഞാൻ പറയുന്നതേ ഇതെല്ലാം നമ്മൾ ഒരു കണക്ക് വെച്ച് പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പം ഞാൻ പറയുന്നതിന് നിങ്ങൾ മുഖവിലക്കെടുക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. കണക്ക് വെച്ച് പറയാൻ അറിയാണ്ടൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ആ കണക്ക് വെച്ച് പറയുന്നതല്ല ഇപ്പോൾ വേണ്ടത്. ഒറ്റ കാര്യം, ഈ BJP പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല, അവർക്ക് മുനിസിപ്പാലിറ്റി തന്നെ ലീഡ് കൊടുക്കുകയാണ്. കോൺഗ്രസ് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ വോട്ട് കുറഞ്ഞ് പിരായിരി ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഞങ്ങൾ ഇത്തവണ വിജയിപ്പിക്കുമെന്നാണ് പറയുന്നത്. CPM അങ്ങനെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് അത് മെജോറിറ്റി ആയി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. ഒറ്റ ഘടകമായിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും അല്ല, ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ആകെ സ്ട്രോങ് ഹോൾഡാണെന്ന്, അതല്ലേ അതിന്റെ പ്രശ്നം. ഹോൾഡുള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ, അല്ലേ? അതല്ലേ നല്ലത്. ഇന്നിപ്പോ രാവിലെ സ്ഥലം മാധ്യമങ്ങളെ കിടന്ന് പറഞ്ഞതേ തനിക്ക് BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വോട്ട് മറിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ്. അയാള് ഉദ്ദേശിച്ചത് BJPക്കാരും കോൺഗ്രസ്സുകാരും എന്നെ സഹായിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്ത് സഹായിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങളതിന് അതിൻ്റെ രാഷ്ട്രീയ വശം കൊണ്ടുവരണ്ട. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, എനിക്ക് തോന്നിയത് കേട്ടാ. ഞാനും ഏതോ മറ്റേ മാധ്യമത്തിൽ വായിച്ചു, അതിൽ അവൻ്റെ നിങ്ങളുടെ ഇതിൽ മനോരമയിലോ മറ്റാണ് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ BJPയും കോൺഗ്രസിൽ ഉൾപ്പെടെയുള്ള സാധാരണ വോട്ടർമാർ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അല്ലാതെ അതിനപ്പുറം അതിനൊരു രാഷ്ട്രീയമായി ഇങ്ങനെ മാറ്റി ചെയ്തു എന്നല്ല കണ്ടത്. അത് അത്രയേ ഉള്ളൂ അയാൾ പറയുന്നതിന്. അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഓക്കെ.